എക്സാലോജിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയത്തിന് ഒരു ഘടകമായിരുന്നു? ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾ ജനങ്ങളോട് ഇത് അഴിമതിക്കാരുടെ സർക്കാരാണ്, ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ്, മുൻഗണനകളില്ലാത്ത സർക്കാരാണ്, പാവങ്ങളെ മറക്കുന്ന സർക്കാരാണ്. ഈ സർക്കാരിനോടുള്ള അതിശക്തമായ പ്രതിഷേധം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2019 തെരഞ്ഞെടുപ്പല്ല, 2024 തെരഞ്ഞെടുപ്പിലെ ബൂത്ത് തലത്തിൽ CPM റിവ്യൂ ചെയ്താൽ ബംഗാളിലും ത്രിപുരയിലും നേരത്തെ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാവും. പാർട്ടി ഗ്രാമങ്ങളിൽ വരെയാണ് ഒഴുകിപ്പോയിരിക്കുന്നത്, ഒഴുകിപ്പോയിരിക്കുന്നത്. ഇവരെന്തെല്ലാം പ്രചരണം നടത്തി. വടകരയിൽ സംഘപരിവാറിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണമാണ് CPM നടത്തിയത്. എന്നിട്ട് ഞങ്ങളുടെ തലയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിന്റെ തലയിലും കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ, കാഫിർ എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആരാണ്? CPM തന്നെയാണ്. CPM തന്നെയാണ്. വ്യാജമായി ഇട്ടെന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ കാസിം കൊണ്ടുപോയി പോലീസോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഫോൺ പരിശോധിക്കുക, ഉണ്ടെങ്കിൽ എനിക്കെതിരായി കേസെടുക്കാൻ പോകും. ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കുന്നത് കാസിമിന് യാതൊരു പങ്കും അതിനകത്തില്ല. അപ്പൊ ആരാണ്? പോരാളി ഷാജി, പിന്നെ അമ്പാടി സഖാക്കൾ, പിന്നെ മുൻ MLA KK ലതിക, അവരെല്ലാമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത്. അവര് തന്നെ ഒരു വ്യാജ കണ്ടന്റ് ഉണ്ടാക്കി, ഒരാളുടെ പേരിൽ വ്യാജ ഫേക്ക് ഐഡിയിൽ വ്യാജമായി കണ്ടന്റ് ഉണ്ടാക്കി അവര് തന്നെ പ്രചരിപ്പിച്ച് വർഗീയ വിഭജനം വടകരയിൽ ഉണ്ടാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞ സംഘപരിവാർ നാണിച്ചു പോകും ഈ CPMന്റെ മുമ്പിൽ. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം, എന്തും ജയിക്കാൻ എന്തും വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമാണ് CPM. എന്തൊരു കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഈ കാഫിർ പ്രചരണമൊക്കെ? എത്രമാത്രം ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ലേ സംഘപരിവാർ ചെയ്യുന്നത്. CPM കേരളത്തിൽ ഒരു വ്യാജ കണ്ടന്റ് ആണല്ലോ. ഇപ്പൊ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഈ CPM ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ എത്ര മോശമായിട്ടാണ്, ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിയിരുന്ന CPM ഹാൻഡിലുകളെല്ലാം ഇപ്പൊ പീരങ്കി തിരിച്ചു വെച്ചിരിക്കുന്ന എങ്ങോട്ടാ? പിണറായി വിജയനിലേക്കും CPM നേതൃത്വത്തിലേക്കും തിരിച്ചു വെച്ചിരിക്കുക. അടിയാണ് തമ്മില്, അടിയാണ്, പരസ്പരം പോരാണ്. ഈ ഓരോ ഹാൻഡിലിന്റെ പുറകിലും ഓരോ പ്രധാനപ്പെട്ട CPM നേതാക്കളുണ്ട്. അവര് തമ്മിൽ പ്രസ്താവന യുദ്ധം നടത്തുന്നതിന് പകരം അവരുടെ ഹാൻഡിലുകളെ കൊണ്ടാണ് ഈ സംസാരിപ്പിക്കുന്നത്. CPM ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ, ഡി ജനറേഷനാണ്, ജീർണത ബാധിച്ചിരിക്കുന്ന ആ പാർട്ടി ബംഗാളിലെയും ത്രിപുരയിലെയും പോകും. ഇത് അവസാനിച്ച് കുഴിച്ചു മൂടിയിട്ട് വാഴയും കൂടി വെച്ചിട്ട് പിണറായി വിജയൻ പോകുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. അതെന്നെ സംഭവിക്കാൻ